നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റിക്ക് റെസിപ്പിയാണ്. ഈ കാണുന്ന പോലെ തന്നെ നല്ല ലുക്കും അതുപോലെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഇതാ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാമോളം ഉണ്ട് ഇത്. അതുപോലെ തന്നെ ഒരു 6-7 ബ്രെഡൂടെ പൊടിച്ച് മാറ്റി വെക്കണേ ആദ്യമേ തന്നെ. അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാർ തന്നെ എടുക്കുക. കഷ്ണങ്ങളാക്കിയ ചിക്കൻ പീസ് മിക്സിയുടെ ജാറിലിടുകയാണേ. ഒട്ടും വെള്ളം പാടില്ല. ഇത് മുറിക്കുന്നതിന് മുമ്പേ നല്ലവണ്ണം വെള്ളം തോന്നിരിക്കണേ. എന്താ തവി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഒട്ടും വെള്ളമില്ല. ഇങ്ങനെ തന്നെ എടുത്തിരിക്കണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഗരം മസാല ചേർക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പൊടിച്ചതാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. കുറച്ച് ചേർത്താൽ മതി. ഒരു ലൈറ്റായിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ്. ആദ്യമേ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒട്ടും വെള്ളമില്ലെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ എടുത്തിരിക്കണേ. ഇതിന് വളരെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതിയേ. ഇനി ചതച്ച ചുവന്ന മുളകാണ് ചേർക്കുന്നത്, ചില്ലി ഫ്ലേക്സ്. ഇനി കുരുമുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർക്കണേ. ഇനി ഒരു 3/4 കപ്പോളം സവാളയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ചോപ്പ് ചെയ്തിരിക്കണേ. ഇത് ഞാൻ ചോപ്പറിനകത്താണ് അരിഞ്ഞത്. ചോപ്പറിനകത്ത് ബെസ്റ്റായിരിക്കും അരിയുന്നത്. ഇല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കണേ. 1/2 കപ്പോളം ക്യാപ്സിക്കമാണ്. അതും അതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ ശരിയാകത്തുള്ളൂ. ഉപ്പും ഈ സവാളയെല്ലാം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ആക്കണം. നന്നായിട്ട് മിക്സാക്കി എടുക്കുവാണ്. കൈകൊണ്ട് തന്നെ ചെയ്യുക. ഇനി ഇന്നത് ചേർക്കാനുണ്ട്. ഇത് ആദ്യമേ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചേർക്കണം. ഇനി സവാളയും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞ് വെച്ച് കുറേ നേരം ആയിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. ഇനി ആദ്യമേ ബ്രെഡ് പൊടിച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലേ, ആ ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട്. ആദ്യമേ ഒരു തവിയാണ് ഇടുന്നത്. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. വീണ്ടും കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി രണ്ടാമത്തെ തവി ചേർത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു തവിയുടെ അളവാണ്. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടിളക്കുന്ന കാരണം നമുക്ക് അതിൻ്റെ നല്ലവണ്ണം ഫീൽ ചെയ്യാൻ പറ്റും. അത് മാവ് പോലെ വരുന്ന പോലെ തോന്നുവേ. ഇപ്പം മൂന്നാമത്തെ തവിയും ബ്രെഡ് പൊടി ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെയായിട്ട് മാവ് നല്ല ടൈറ്റ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 1/2 തവി കോൺഫ്ലവറാണ് ചേർക്കുന്നത്. ഈ ഒരു തവിയുടെ അളവാണ് ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കറിയൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയുടെ അളവ്. ഇതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് ആദ്യമേ സവാളയ്ക്കകത്തൊന്ന് വെള്ളം കെട്ടി നിൽക്കരുത്. സവാളയൊക്കെ അരിഞ്ഞ് കുറേ നേരം വെക്കരുത്. അതായത് ഒട്ടും വെള്ളം പാടില്ല ഇതിനകത്ത്. ഒരുപാട് ബ്രെഡ് ക്രംസ് ഇടേണ്ടി വരും, ബ്രെഡ് പൊടി ഇടേണ്ടി വരും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ അറിയുന്നത്. അതങ്ങനെ അത്രയും ടേസ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് ഈ ഒരളവ് കീപ്പ് ചെയ്യാൻ നോക്കുക. ബ്രെഡ് പൊടി ഒരുപാടായ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ്, മസാലയുടെയും ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങ് ഡൗൺ ആയി പോകുമേ. ഇനി ഷേപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ നമ്മളൊരു കേസ്, അത് ഉടഞ്ഞു പോകാതിരിക്കാൻ, ബിസ്ക്കറ്റ് ഉടഞ്ഞു പോകാതിരിക്കാൻ ഒരു കേസ് പോലൊക്കെ കിട്ടത്തില്ലേ, ഇതുപോലൊക്കെ ഉള്ളൊരു മോൾഡ് എടുത്താൽ മതി. ഇതുപോലെ 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ ചേർത്ത് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എണ്ണ പുരട്ടിയാലും മതിയേ. ഇങ്ങനെയൊക്കെ ഒരു മോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കാണാനൊരു നല്ല ലുക്കും, അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരേപോലെ വേവും നമുക്ക് കിട്ടും. വേവിച്ചെടുക്കാനായിട്ടും പറ്റും. അതായത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. ഇപ്പം ഞാൻ ഈ ചെറിയ മോൾഡാണ് എടുക്കുന്നത്. ഒരുപാട് തിക്നെസ് ഇല്ലാത്ത, ഏകദേശം നമ്മുടെ ഈ ചോക്കോബാർ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു കനം വരത്തില്ലേ, ആ ഒരു കനത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു 3 രീതിയിൽ ഇത് ഫില്ല് ചെയ്തെടുത്ത് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമേ. 3 രീതിയും കാണിച്ചു തരാമേ. ഒരു പാത്രത്തിൽ ശകലം മൈദയോ കോൺഫ്ലോറോ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കമത്തി ഇട്ടാൽ മതി. മോൾഡിനകത്ത് എല്ലാ കോർണറിലും നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ട്.
ഇതൊരു നല്ല നീളമായത് കാരണം രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് സെൻറ്ററിലൂടെ ഒന്ന് കുത്തി വെച്ചാൽ മതിയേ. തൊട്ടും സ്റ്റിക്കൊന്ന് താഴെ പോകത്തില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുമേ. ഇല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഇതാ ഇങ്ങനെ പകുതിയൊന്നും ഈ മോൾഡിനകത്തോട്ടൊന്ന് നിറച്ചതിന് ശേഷം ഇങ്ങനെ കമത്തി ഇട്ടാൽ മതിയേ. അങ്ങനെ എടുക്കാൻ പറ്റും. കമഴ്ത്തിയിടുന്ന പാത്രത്തിൽ എന്തെങ്കിലും പൊടി മൈദയോ കോൺഫ്ലോറോ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെക്കണേ. ഇതല്ലെന്നുണ്ടെങ്കിൽ പകുതി ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റിക്ക് അതിലേ വെച്ചിട്ട് ഇങ്ങനെ റീമോൾഡ് ചെയ്താൽ മതിയേ. അങ്ങനെ എളുപ്പമാർഗ്ഗം. ഇങ്ങനെ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിവിടെ ഒരു ലൈറ്റായിട്ടൊരു കോട്ടിങ് ഉള്ളത് കാരണം പരസ്പരം ഒട്ടിപ്പിടിക്കുക, ആ ഷേപ്പൊന്നും പോകത്തൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 സ്പൂൺ മൈദയും 2 സ്പൂൺ കോൺഫ്ലോറുമാണ്. ശകല വെള്ളം ചേർത്തൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യമേ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൻ്റെ ബാക്കിയുണ്ട്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റിക്കും ഇങ്ങനെ മാവിനകത്ത് മുക്കിയതിന് ശേഷം നല്ലവണ്ണം എല്ലാ ഭാഗത്താകുന്ന രീതിയിലൊന്ന് സ്പൂൺ വെച്ചൊന്ന് കോരിയിടണേ. അതെടുത്ത ഉടനെ തന്നെ ബ്രെഡ് ക്രംസിനകത്തൊട്ടൊന്ന് റോൾ ചെയ്തെടുക്കാവേ. സ്റ്റിക്കൊന്നും അടന്ന് പോത്തൊന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. മൈദ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മുട്ട വേണേൽ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേ ഷേപ്പിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള പരന്ന പാത്രത്തിൽ ഒരുപാടൊന്നും എണ്ണ വേണ്ട. ഇതിൻ്റെ പകുതിയോ മുക്കാലോ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് പെറുക്കിയിടുക. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു സൈഡ് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആകുമ്പോൾ ഒന്ന് തിരിച്ചിടുക. കുറച്ചുകൂടെ നിങ്ങൾക്ക് ബ്രൗൺ ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടാൽ മതിയേ. ഒരേപോലെ കുക്കായി കിട്ടും. കാണാനും പ്രത്യേകിച്ച് നല്ല ലുക്കാണ്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ആദ്യമേ ചിക്കനകത്ത് ബ്രെഡ് ചേർക്കുമ്പോൾ ഒരുപാട് പൊടി ചേർക്കരുത്, ചിക്കൻ്റെ ടേസ്റ്റ് ഡൗൺ ആവുമേ. അതുകൊണ്ട് ചിക്കന് വെള്ളമില്ലാതെ മാക്സിമം എടുക്കാൻ നോക്കണം ആദ്യമേ തന്നെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാൻ ചീസിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ചീസിൻ്റെ ബ്ലോക്ക് ആയാലും മതിയേ, ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതെന്ന് മാത്രം. ടേസ്റ്റും കൂടെയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് കൂടെ വെക്കാവുന്നതാണ്. ചീസ് നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് വെച്ച് 1, 3, 4 ഒക്കെ സ്ട്രിപ്സ് വെച്ച് നിങ്ങൾക്ക് അലങ്കരിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ അകമൊക്കെ ഇങ്ങനെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഡിപ്പ് ചെയ്യാനായിട്ട് മയണൈസോ ടൊമാറ്റോ സോസോ അതില്ലെങ്കിൽ തന്നെയും കഴിക്കാൻ പറ്റുമേ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്നൊന്ന് സപ്പോർട്ടോടെ ചെയ്തിരിക്കണേ.